ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ്. വീടുകളിൽ വെള്ളം ശേഖരിക്കുവാനായി ഉപയോഗിക്കുന്ന ടാങ്ക് ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. ഇത് നമുക്ക് തുറന്നു നോക്കാം. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ടാങ്കിൽ ഏകദേശം 1/4 ഭാഗത്തോളം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം അധികം വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് ഈ ടാങ്കിലെ അഴുക്കുകൾ നീക്കം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരുടെയും വീട്ടിലുള്ള ആർട്ടിക്കിൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാവേ. ഇവിടെ എടുത്തിരിക്കുന്നത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഹോസാണ്. അപ്പോൾ ഈ ഹോസിൽ കണക്ട് വെച്ച് പൈപ്പിൽ നിന്ന് ഇതിൻ്റെ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കംപ്ലീറ്റ് വെള്ളം ഫില്ല് ചെയ്യണം. പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സൈസുള്ള പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സൈസ് പ്രിഫറബിളാണ്. വെള്ളം വേസ്റ്റ് ആക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ വലിയ പൈപ്പ് എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. ഒത്തിരി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അധികം പാഴാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മുടെ പൈപ്പിൻ്റെ 2 അറ്റം വരെയും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ട്. ടെറസിൽ വെള്ളം നിറയ്ക്കാനുള്ള ടാപ്പ് ഇല്ലാത്തത് കൊണ്ട് താഴേന്ന് വെള്ളം എടുത്തിട്ടാണ് ടെറസിലേക്ക് പോകുന്നത്. ഇതേപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു പൈപ്പോ നമുക്ക് വേണം. ടാങ്കിനകത്തിറക്കി ക്ലീൻ ചെയ്യാനുള്ള വെള്ളം നിറച്ച പൈപ്പിൻ്റെ ഒരറ്റം ഇപ്പോൾ എടുത്ത് മറ്റേ കമ്പിയുമായി ചേർത്ത് കെട്ടുക. പൈപ്പിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കമ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പ് അതിൻ്റെ 2 സൈഡും ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചേർത്ത് കെട്ടണം. പൈപ്പ് സ്റ്റഡി ആയിട്ട് നിൽക്കാനും ക്ലീനിങ് എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ കെട്ടുമൊന്നും വേണ്ട. പൈപ്പും സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കമ്പും ചേർന്ന് നിൽക്കണം. ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ മാത്രം കെട്ടിക്കൊടുക്കുക. ഞാൻ കെട്ടിയിട്ടതാണ് ഈ മുഴുകുന്നില്ല, അഴിഞ്ഞ് പോരുക. പിന്നെയും കെട്ടിക്കൊണ്ടിരിക്കുന്നു. പൈപ്പിൻ്റെ ഒരറ്റം മാത്രമേ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ അറ്റം കെട്ടുന്ന സമയത്തും മറ്റേ അറ്റം ഉയർത്തി തന്നെ പിടിക്കണം. അതിലെ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാക്യൂം ക്ലീനർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ പൈപ്പ് കെട്ടി സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നത്. പൈപ്പിൻ്റെ മറ്റേ അറ്റം താഴ്ന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇടുന്നത്. അതിലൂടെയാണ് ടാങ്കിനുള്ളിലെ ചെളി ഒഴുകി പുറത്തേക്ക് പോരുന്നത്. പൈപ്പിൻ്റെ കൂടെ സപ്പോർട്ടായി കൊടുത്തിരിക്കുന്ന കമ്പിയിൽ പിടിച്ചാണ് ചെളിയുള്ള ഭാഗത്തേക്ക് പൈപ്പിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ചെളിയുള്ള ഭാഗത്തേക്ക് പൈപ്പിനെ എത്തിച്ച് അവിടുന്ന് ഓരോ സ്ഥലത്തേക്കും മാറ്റി നീക്കി ഈ ചെളിയെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞങ്ങൾ ഈ ബക്കറ്റിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൈപ്പിനെ മൂവ് ചെയ്യിച്ച് ടാങ്കിനുള്ളിലെ മുഴുവൻ അഴുക്കും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. വളരെ ചെറിയ പൈപ്പ് ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുക്കുന്നുണ്ട്. സൈസ് കൂടിയ പൈപ്പാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വെള്ളം അധികം പാഴാക്കാതെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ പൈപ്പ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അതിൽ ചെറിയ പൈപ്പ് ആയതുകൊണ്ട് കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. വലിയ പൈപ്പ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ടാങ്കിനുള്ളിൽ നിന്ന് കിട്ടിയ ചെളിവെള്ളമാണ് ഈ ബക്കറ്റിൽ. ഈ ബക്കറ്റിൽ നമുക്ക് കലങ്ങിയ ചെളിവെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ടാങ്കിലെ വെള്ളത്തിന് ഒരു കലക്കലില്ല, നല്ല ക്ലിയർ വെള്ളമാണ്. ഇനി ഈ പൈപ്പിൻ്റെ അറ്റം ഞാൻ നിലത്തേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ടാങ്കിൽ നിന്ന് ഒഴുകി വരുന്നത് ചെളിവെള്ളം തന്നെയാണോ അതോ ഞാൻ കലക്കിയിട്ടതാണോ എന്ന് കൺഫേം ചെയ്യാമല്ലോ. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ചൂട്ടിൽ കിടക്കുന്നത്. ഇത് മുഴുവൻ ടാങ്കിൽ നിന്നുള്ള ചെളിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.